Abhijit baby, good morning. Good morning, sir. Farsara, good morning. Arya, good morning. Good morning, sir. Okay, Soumya, good morning. Okay, let us start. Yasmin, good morning. Okay, Soumya, let us start. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സെന്റൻസിൽ ഒന്നിലധികം ക്ലോസുകൾ വരാമെന്നതിനെ കുറിച്ച് പറഞ്ഞു. ചിലപ്പോൾ ഒരു ക്ലോസ് ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ മോർ ദാൻ വൺ. അങ്ങനെ ഒരു സെന്റൻസിൽ ഒന്നിലധികമോ ക്ലോസുകൾ വരാം എന്ന് പറഞ്ഞു. CLAUSE അല്ല ക്ലോസിന്റെ സ്പെല്ലിംഗ്. മറ്റൊരു ക്ലോസ് ഉണ്ട് CLOSE. അത് അവനെ അവിടെ ക്ലോസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് പൂർത്തിയാക്കി. യെസ്, അപ്പൊ ഇവിടെ CLAUSE ആണ്. അപ്പോ ഒരു സെന്റൻസിൽ ഒന്നിൽ കൂടുതലോ ക്ലോസുകൾ വരാം എന്ന് പറയും. ആ ക്ലോസുകളെ തന്നെ രണ്ടായിട്ട് വിഭജിക്കാം എന്ന് പറഞ്ഞു. വൺ ഈസ് കോൾഡ് സബോർഡിനേറ്റ് ക്ലോസ്. അതിനെ തന്നെ വേറൊരു പേര് കൂടി പറയും ഡിപ്പെൻഡിങ് ക്ലോസ്. അപ്പൊ എന്തുകൊണ്ടാണ് സബോർഡിനേറ്റ് ക്ലോസിനെ ഡിപ്പെൻഡിങ് ക്ലോസ് എന്ന് പറയുന്നത്? ഡിപ്പെൻഡ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, അത് വേറെ ഒന്നിനെ ആശ്രയിക്കുന്നതിനാണ് ഡിപ്പെൻഡ് എന്ന് പറയുക. അപ്പോ ഈ ക്ലോസ് ഇതിന്റെ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു ക്ലോസിനെ ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സബോർഡിനേറ്റ് ക്ലോസിനെ ഡിപ്പെൻഡിങ് ക്ലോസ് എന്ന് പറയുന്നത്. യെസ്, ഇനി രണ്ടാമത് വേറൊരു ക്ലോസിനെ കുറിച്ച് പറഞ്ഞു. ആ ക്ലോസിന്റെ പേരായിരുന്നു മെയിൻ ക്ലോസ്. മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞു. അപ്പൊ സബോർഡിനേറ്റ് ക്ലോസ് എന്താണെന്ന് പറഞ്ഞു, മെയിൻ ക്ലോസ് എന്താണെന്ന്. യെസ്, ഒരു സെന്റൻസിൽ ഉപയോഗിക്കുന്ന സബോർഡിനേറ്റ് ക്ലോസിലും മെയിൻ ക്ലോസിലും വരുന്ന ടെൻസുകൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്, ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഇത് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് വാചകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളുടെ മകനോ മകളോ 10ാം ക്ലാസ്സിലേക്ക് ജയിച്ചു, 10ലെ ക്ലാസ് ആരംഭിച്ചിട്ടില്ല. ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മകന് കൊടുക്കുന്ന ഒരു ഉപദേശമാണ്, അല്ലെങ്കിൽ നിങ്ങൾ മകൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമാണ്, നീ പഠിക്കുകയാണെങ്കിൽ പാസ്സാകും. അപ്പൊ അതിന് നമ്മൾ പറഞ്ഞു, ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഇഫ് യു വർക്ക് WORK വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഇതാണ് നമ്മൾ കൊടുക്കുന്ന രീതി. അപ്പൊ നമ്മൾ പറഞ്ഞത് വർക്ക് പ്രസന്റേഴ്സ് ആയതുകൊണ്ട് അപ്പുറത്ത് വില്ല് വരാം, പക്ഷെ വുഡ് വരരുത്. ഷാല് വരാം, പക്ഷെ ഷുഡ് വരരുത്. ക്യാൻ വരാം, വുഡ് വരരുത്. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ ഒന്നും വരരുത്. ഇത്രയും വാക്കുകളെ വരാവോ അപ്പുറത്തേക്ക് വില്ല്, ഷാല്, മേ, ക്യാൻ. ഇത്രയും വാക്കുകൾ വരുന്നതായിരിക്കും അപ്പുറത്ത് വരേണ്ട വാചകം എന്നാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ വാചകത്തിന്റെ ചെറിയൊരു വ്യത്യാസം നമുക്ക് ചിന്തിക്കാം. അതായത് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മകൻ, മകൾ ഓർ മകൾ 10ാം സ്റ്റാൻഡേർഡിലേക്ക് ആയിക്കഴിഞ്ഞതിന് ശേഷം ആണ് നിങ്ങളത് പറഞ്ഞത്.
ഇനി വേറൊരു രീതിയിൽ ചിന്തിക്കും. നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ 10-ലായിരുന്നു, അവൻ പരീക്ഷ എഴുതി ജയിച്ചില്ല, തോറ്റുപോയി. ആ തോറ്റുപോയപ്പോ വിചാരിക്കുക, സപ്പോസ് തോറ്റുപോയപ്പോ അവനും വിഷമിച്ചിരിക്കുന്ന കണ്ടിരുന്നു, നിങ്ങൾക്ക് ദേഷ്യമുണ്ട്, സങ്കടമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അതിന് നിങ്ങൾ പറഞ്ഞ് പഠിച്ചിരുന്നെങ്കിൽ പാസ്സായത്. ആദ്യം നമ്മൾ 10ലേക്ക് ജയിച്ചപ്പോൾ പറഞ്ഞത് പഠിക്കുകയാണെങ്കിൽ കഠിനമായിട്ട് പഠിക്കണമെങ്കിൽ പാസ്സാകുന്നതാണ്. ഇപ്പൊ റിസൾട്ട് വന്നല്ലോ, റിസൾട്ട് വന്ന് തോറ്റ് തുന്നമ്പാടിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോ പറയണം നിങ്ങൾക്ക് പരിഹാരം അന്നത്തെ പഠിച്ചാൽ മതി, നീ പഠിച്ചിരുന്നെങ്കിൽ പാസ്സായത്. ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രീതി. ഇനി ഇന്നത്തെ നമ്മുടെ ലവ് ഇഫ് ക്ലോസിനെ കുറിച്ചുള്ള ചർച്ച ചെയ്ത് വരുന്നത് ഇതാണ്. ഓക്കെ, പഠിച്ചിരുന്നെങ്കിൽ പാസ്സായത്. ഞാനിത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് വിടേണ്ട, ആർക്കെങ്കിലും ഇത് അറിയാമെങ്കിൽ പറയട്ടോ. യെസ്, റിസൾട്ട് വന്നതിന് ശേഷം പറയുന്നത് നീ പഠിച്ചിരുന്നെങ്കിൽ പാസ്സായി, നീ പഠിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മളൊരു ആശ്വാസം കൂടി കണ്ടെത്തുകയാണ്. നീ പഠിക്കാതിരുന്നതിന്റെ കുറ്റം നിനക്ക് തന്നെയാണ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഞാൻ അവിടെ ചെറിയൊരു മാറ്റം വരുത്തുകയാണ്. ഇഫ് യു വർക്ക് എന്നുള്ളതിന് പകരം ഞാൻ അത് WORKED വർക്ക് എന്നായി. ഇഫ് യു വർക്ക് ഹാർഡ്, ബാക്കി ഞാൻ പൂരിപ്പിക്കുന്നില്ല, അവിടെ നിന്നിട്ട് ഇഫ് യു വർക്ക് ഹാർഡ്. ഓക്കെ, അങ്ങനെ ഒരു വാചകം വിചാരിക്കും. ഇഫ് യു വർക്ക് ഹാർഡ്, ബാക്കി ഞാൻ പൂരിപ്പിക്കുന്നില്ല. അപ്പോ ജസ്റ്റ് ഞാനൊരു കാര്യം ചോദിക്കാം. അപ്പൊ ഇഫ് യു വർക്ക് WORKED എന്നാണ് ഇഫ് യു വർക്ക് എന്ന് പറയുമ്പോൾ അത്രയും പറയുമ്പോൾ മെയിൻ ക്ലോസ് ആയിട്ട് വരും, സബോർഡിനേറ്റ് ക്ലോസ് ആയിട്ട് വരും. You can pass the examination. അങ്ങനൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഇഫ് യു വർക്ക് ഹാർഡ് എന്നുള്ളത് മെയിൻ ക്ലോസ് ആയിട്ട് വരും, സബോർഡിനേറ്റ് ക്ലോസ് ആയിട്ട് വരും. എന്താണ് മെയിൻ ക്ലോസ്, എന്താണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ്. അങ്ങനെ വെച്ച് ചിന്തിക്കുമ്പോൾ ജസ്റ്റ് ഒരു മനസ്സിൽ വരുന്നത് ഏത് ക്ലോസ് ആയിട്ട് വരും? ഇഫ് യു വർക്ക് ഹാർഡ് എന്നുള്ളത് ഏത് ക്ലോസ് ആയിട്ട് വരും? സബോർഡിനേറ്റ് ക്ലോസ്. ആൻസർ ഈസ് റൈറ്റ്, കറക്റ്റ് ആണ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു ചോദ്യം കൂടി. രണ്ടാമത് എനിക്കൊരു സംശയം തീർക്കേണ്ടത്, ഇഫ് യു വർക്ക് ഹാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള 12 ടെൻസിൽ ഏത് ടെൻസിൽ വരും? സിമ്പിൾ പ്രസന്റ്. ഒന്നുകൂടി ആലോചിക്കും, ഒന്നുകൂടി ചിന്തിക്കും. ഓക്കെ സൗമ്യ, ഓക്കെ. അപ്പൊ ഞാൻ ജസ്റ്റ് ചോദിക്കട്ടെ, ആ വർക്ക് എന്നുള്ളതിന് പകരം അവിടെ WORK വർക്ക് എന്നാണ് വിചാരിക്കും. വർക്ക് അങ്ങനെ എവിഡൻസ് വന്നേ? വർക്കാണെങ്കിൽ വർക്കാണെങ്കിൽ എവിഡൻസ് വന്നേ? അത് സിമ്പിൾ പ്രസന്റ്. കൊള്ളാല വീഡിയോ. അപ്പൊ ഇത് സിമ്പിൾ പ്രസന്റ് അല്ല അല്ലേ? ആലോചിക്കും. വർക്കാണെങ്കിൽ ജസ്റ്റ് പറഞ്ഞ കറക്റ്റ് ആണ്, സിമ്പിൾ പ്രസന്റ് ആണ്. വർക്ക് എന്നുള്ളതിന് പകരം വർക്കാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ എന്തായാലും സിമ്പിൾ പാസ്റ്റ് ആവും. വെരി ഗുഡ്. അപ്പൊ അത് എന്താണത്? സിമ്പിൾ പാസ്റ്റ് ആണ്. അത് നമുക്ക് എങ്ങനെ മനസ്സിലായി? അപ്പൊ സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കി ജസ്റ്റ് കൂടി വരും. സബ്ജക്ട് പ്ലസ് വെർബ്, വെർബിന്റെ പാസ്റ്റ്, അതാണ് സിമ്പിൾ പാസ്റ്റ്. അപ്പൊ ഇവിടെ നോക്കി, ഇപ്പൊ ഒരു കണ്ടീഷണൽ ക്ലോസിന്റെ വാക്യങ്ങളോടെ പോകട്ടെ. സബ്ജക്ട് യു സബ്ജക്ട്. വർക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വർക്ക്ഡ്, WORKED അല്ലെ? അപ്പൊ സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും വന്നിട്ടുണ്ട്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ ജസ്റ്റ് ആയി ഒരു സംശയം കൂടി, അതായത് പ്രസന്റ് ടെൻസ് വർക്ക്, പാസ്റ്റ് ടെൻസ് വർക്ക്ഡ്, WORKED, പാസ്റ്റ് പാർട്ടിസിപ്പിളും WORKED വർക്ക് തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ഇഫ് യു വർക്ക് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഫോം ആയിക്കൂടെ? അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിക്കൂടെ? അതും വർക്ക് തന്നെയല്ലേ നമ്മൾ പറയാറ്? അപ്പൊ പിന്നെ ഇപ്പൊ ഉപയോഗിച്ചെങ്കിൽ വർക്ക് പാസ്റ്റ് ടെൻസ് ആണോ അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണോ? പാസ്റ്റ് ടെൻസ്. എങ്ങനെ മനസ്സിലായി? പാസ്റ്റ് ടെൻസ് അല്ലേ യൂസ് ചെയ്ത്.
സമ്മതിച്ചു. യുവർ ആൻസർ ഈസ് റൈറ്റ്. എങ്ങനെ മനസ്സിലായി? അത് പാസ്റ്റ് പാർട്ടിസിപ്പിളും WORK അല്ലേ? അപ്പൊ എങ്ങനെ മനസ്സിലായി? എങ്ങനെ മനസ്സിലായി? ഓക്കെ, യുവർ ആൻസർ ഈസ് റൈറ്റ്. ജസ്റ്റ് ആ കൊച്ചിനെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ചോദിക്കൂ, ഇത് എങ്ങനെ മനസ്സിലായി? മറ്റേത് അത് തന്നെയല്ലേ? ഇത് ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കേ എങ്ങനെ മനസ്സിലായി. ഓക്കെ, ആർക്കെങ്കിലും മനസ്സിലായോ? സൗമ്യ, അത് പാസ്റ്റ് എന്താ സാർ പറഞ്ഞേ? ഓക്കെ, അതായത് WORK വർക്ക്, പാസ്റ്റ് പാർട്ടിസിപ്പിളും വർക്ക്. അപ്പൊ വർക്ക്. അപ്പൊ ഇവിടെ ഇഫ് യു വർക്ക് ഹാർഡ് എന്ന് പറയുമ്പോൾ ആ വർക്ക് എന്നുള്ള പേര് പാസ്റ്റ് പാർട്ടിസിപ്പിളും ആയിക്കൂടെ? ഇതാണ് ചോദ്യം. അതായത് നമ്മൾ അവിടെ ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അപ്പോ വർക്ക്ഡ് സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ട് തോറ്റു, വിജയം തോറ്റുപോയി. അപ്പൊ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പ്ലസ് V3 വരുന്ന തോന്നുന്നു. ഓക്കെ, സമ്മതിച്ചു. ഞാനത് സമ്മതിച്ചു. ഞാൻ ആൻസറിനെ സംബന്ധിച്ചു കറക്റ്റ് ആണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, പാസ്റ്റ് ടെൻസിന്റെ സ്പെല്ലിംഗ് WORK, പാസ്റ്റ് പാർട്ടിസിപ്പിളും WORK. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെന്ന് ഏതെങ്കിലും ഒരു കുട്ടി തെറ്റിദ്ധരിച്ചാൽ നമുക്കത് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ അവൻ നമുക്ക് പറഞ്ഞു കൊടുക്കുക അതല്ല, ഇതാണ്, അതിന്റെ കാരണം ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു കാരണം പറയാമെന്നാണ് ചോദിച്ചത്. ആർക്ക് വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പൊ ഞാനത് പറയാം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ല, അത് പാസ്റ്റ് ടെൻസ് ആണെന്ന് പറയാമെങ്കിൽ നമ്മൾ പറയണം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ അതിന്റെ കൂടെ ഒന്നുകിൽ ഹാസ് വരും, അല്ലെങ്കിൽ ഹാവ് വരും, അല്ലെങ്കിൽ ഹാഡ് വരും. ഇതിൽ മൂന്ന് ഏതെങ്കിലും സാധനം അങ്ങനെയേ പാസ്റ്റ് പാർട്ടിസിപ്പിളിന് നിലനിൽക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ ഹാസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹാവ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹാഡ് ഉണ്ടാവും. കാരണം പെർഫെക്റ്റ് ടെൻസിലെ മൂന്നാമത്തെ V3 അപ്പൊ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുള്ളൂ. പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പെർഫെക്റ്റ് ടെൻസ്. ഈ പെർഫെക്റ്റ് ടെൻസിൽ എല്ലാത്തിലും ഹാസ് അല്ലെങ്കിൽ ഹാവ് കയറി വരും. സിമ്പിൾ പ്രസന്റ് പെർഫെക്റ്റ് സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് വെർബിന്റെ V3. പാസ്റ്റ് പെർഫെക്റ്റ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പിന്നെ വെർബിന്റെ V3. ഫ്യൂച്ചർ പെർഫെക്റ്റ് സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് ഹാവ് പിന്നെ വെർബിന്റെ V3. യെസ്, ഇങ്ങനെ വരും. അപ്പൊ മൂന്നാമത്തെ ഫോമാണ് ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ അതിന്റെ കൂടെ ഹാസോ ഹാവോ ഹാഡോ കയറി വരേണ്ടതായിരുന്നു. അപ്പൊ ഇഫ് യു വർക്ക് ഹാർഡ് എന്ന് പറയുമ്പോൾ അവിടെ ഹാസ് ഹാവ് ഹാഡ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പറയാം ഇത് കറക്റ്റ് ഏത് ടെൻസ് ആണ്? പാസ്റ്റ് ടെൻസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ പിടികിടിക്കാണെന്ന് വിശ്വസിക്കുന്നു. മൂന്നാമത്തെ ഫോം ആണെങ്കിൽ ഹാസോ ഹാവോ വരും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇത് നമുക്ക് ഫില്ല് ചെയ്യാം. ജസ്റ്റ് രണ്ടർത്ഥം കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലേ? പോയ യെസ്, അപ്പൊ യെസിനെ കാണാനില്ല. അപ്പൊ നമുക്ക് അടുത്ത ആരംഭിക്കാം. സഫീറ യെസ്. ഓക്കെ, കീർത്തന യെസ്. എന്താണ് സൗമ്യ ആരെയും വിളിച്ചിട്ട് വരാത്തത്? യെസ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ഈ സെന്റൻസ് അങ്ങോട്ട് പറയാം, നിങ്ങൾ അതൊന്ന് ഫില്ല് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് കറക്റ്റ് ആയി ഉത്തരത്തിലേക്ക് വരാം. അപ്പോ കേൾക്കുക. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതിയത് ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഈ പ്രാവശ്യം നമ്മളൊന്ന് മാറ്റി. ഇഫ് യു വർക്ക് ഹാർഡ് WORKED, വർക്ക് ഹാർഡ് ഡാഷ്.
അത് ഫില്ല് ചെയ്ത് നോക്കിയേ. ഇഫ് യു വർക്ക് ഹാർഡ് ഡാഷ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഫില്ല് ചെയ്തു. നിങ്ങൾക്ക് എന്താണ് ഒരു ശരിയെന്ന് തോന്നുന്നത് അതൊന്ന് പറയാം. ഇഫ് യു വർക്ക് ഹാർഡ്, ഇഫ് യു വർക്ക് ഹാർഡ് ഡാഷ്. ഓരോരുത്തർക്കും അവരവരുടേതായ രീതിയിൽ ചെയ്യേണ്ടതാണ്. Safira, if you worked hard, WORKED. If you worked hard, 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 പിന്നെ dash. If you worked hard, dash. ആ ഡാഷിന്റെ സ്ഥലത്ത് നിങ്ങൾക്ക് ഫില്ല് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഫില്ല് ചെയ്യാം. ഇതാണ് പറഞ്ഞത്. സാർ അതിന് സെന്റൻസിന്റെ ഫോർമാറ്റ് പറഞ്ഞു തന്നിട്ടില്ലേ, അതുകൊണ്ട് ആരും ഇടാത്തത്. നിങ്ങളുടെ ഭാവനക്ക് വിട്ടുന്നതാണ് ഞാൻ. നിങ്ങൾ ചിന്തിച്ചോ? അതല്ലേ പറയുന്നത് സാറ്, വുഡ് ഓർ ഷുഡ് പ്ലസ് V3 അല്ലെങ്കിൽ അങ്ങനെ സാറ് പറയാറുണ്ടല്ലോ. ഇതതിൽ പറഞ്ഞു തന്നിട്ടില്ല. ഒന്നും പറഞ്ഞില്ല, ശരിയാണ്, സമ്മതിച്ചു. നിങ്ങൾക്ക് ഒരു ഭാവനക്ക് വിട്ടുന്നതാണ്. ചിലപ്പോൾ തോന്നൂലേ അത് എനിക്ക് ആദ്യം ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. ചിലപ്പോൾ ചില കുട്ടി പറയില്ലേ ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് പറയില്ല. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു നോക്കാനൊരു അവസരം തന്നതാണ്. ഓക്കെ, ഇനിയിപ്പോ അതുകൊണ്ടാണ് ആരും ചെയ്യാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാനത് വീണ്ടും വിഷയത്തോട് വരികയാണ്. ഓക്കെ, ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ആ വർക്ക് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആയിരിക്കും. പാസ്റ്റ് ടെൻസ് ആകുമ്പോ ഇപ്പോഴത്തും പാസ്റ്റ് ടെൻസ് വരണം. പക്ഷെ ഇപ്പോഴത്തെ പാസ്റ്റ് ടെൻസ് അല്ല വരിക, കണ്ടീഷണൽ ഫോമാണ്. എന്ത് വരാം? കണ്ടീഷണൽ ഫോം. അപ്പോ വിൽ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് വുഡ്. ക്യാൻ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് കുഡ്. മേ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് മൈറ്റ്. ഷാൽ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് ഷുഡ്. അപ്പൊ എന്ത് വരണം അവിടെ? ഒന്നുകിൽ വുഡ് വരണം, അല്ലെങ്കിൽ കുഡ് വരണം, അല്ലെങ്കിൽ ഷുഡ് വരണം, അല്ലെങ്കിൽ മൈറ്റ് വരണം. ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും വരണം. നേരത്തെ ഏതൊക്കെയാണോ വരാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞത് പ്രസന്റ് ടെൻസ് വരുമ്പോൾ അത് ഓക്കെ സഫീറ, ഏതൊക്കെയാണോ വരാൻ പാടില്ല എന്ന് പറഞ്ഞത് അതാണ് ഇവിടെ വരേണ്ടത്. വുഡ് വരണം, ഷുഡ് വരാം, കുഡ് വരാം, മൈറ്റ് വരാം. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ സംഗതികൾ കഴിഞ്ഞാല് വില്ല് കഴിഞ്ഞാൽ പിന്നെ സിമ്പിൾ പ്രസന്റിലെ സിമ്പിൾ ഫ്യൂച്ചറിലെ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത്. സിമ്പിൾ ഫ്യൂച്ചറിന്റെ സ്ട്രക്ചർ ആലോചിച്ച് നോക്കി. സബ്ജക്ട് പ്ലസ് വില്ല് അല്ലെങ്കിൽ ഷാല് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. അപ്പൊ ഇവിടെ വില്ല് എന്നുള്ളത് മാറ്റിയിട്ട് വുഡ് ആവുന്നു മാത്രമേ ഉള്ളൂ. ടെൻസുകൾക്കൊന്നും മാറ്റില്ല, പ്രസന്റ് ടെൻസ് തന്നെ മതി. യെസ്, അപ്പൊ ഇവിടെ എന്ത് വരും? ഇഫ് യു വർക്ക് ഹാർഡ്, ഇഫ് യു വർക്ക് WORKED, ഇഫ് യു വർക്ക് ഹാർഡ് you would pass. That is correct. You would pass. If you worked hard, you would pass. നീ പഠിച്ചിരുന്നെങ്കിൽ പാസ്സായേനെ. അല്ല, വർക്ക് പാസ് ടെൻസ് ആണ്. ഇപ്പൊ ഇപ്പോഴത്തെ വില്ലെന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് എന്ന് പറയാൻ പറ്റില്ല, കണ്ടീഷണൽ ഫോം. അതാണ് വുഡ് ഉപയോഗിച്ചത്. യെസ്, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയും. ഇതിന്റെ ഒരു വുഡ് എന്നുള്ളതിന്റെ വുഡിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ I drink milk എന്ന് ഞാൻ പറയാം. ഞാൻ പാല് കുടിക്കാറുണ്ട്. I drink milk. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഇദ്ദേഹം ഈ പുള്ളിക്ക് പാല് കുടിക്കുന്നത് ഒരു ദിനചര്യയുടെ ഭാഗമായിട്ട് അത് ഉപയോഗിക്കാറുണ്ട്. നേരെ മറിച്ച് I would drink milk എന്നാണ് പറഞ്ഞത്. I would drink milk. അതിന്റെ അർത്ഥം ഇദ്ദേഹം നേരത്തെ പാല് കുടിക്കാറുണ്ടായിരുന്നു, ഇപ്പൊ കുടിക്കാറുണ്ട്. അപ്പൊ മുമ്പ് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു,
ഇപ്പൊ ചെയ്യാത്തൊരു കാര്യം നമുക്ക് പറയണമെന്നുണ്ടെങ്കിലും ഈ സംഗതി നമുക്ക് പറയാം. ഈ വുഡ് കയറി ഐ വുഡ് യൂസ് മേക്കപ്പ് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണം അതിന്റെ അർത്ഥം ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, മുമ്പ് ഉപയോഗിച്ചിരുന്നു. ഐ വുഡ് യൂസ് ഐ വുഡ് യൂസ് നോൺ വെജ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുൻപ് ഞാൻ നോൺ വെജ് ഫുഡ് കഴിച്ചിരുന്നു, ഇപ്പൊ കഴിക്കാം. അപ്പൊ വുഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇവിടെ നമ്മൾ കണ്ടീഷണൽ ക്ലോസിനെ കുറിച്ച്, ഇഫ് ക്ലോസിനെ കുറിച്ച് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഇപ്പോഴത്തെ വുഡ് ഉപയോഗിക്കുക, വുഡ് കഴിഞ്ഞു കഴിഞ്ഞാല് പ്രസന്റ് ടെൻസ് കൊണ്ട് നമുക്ക് ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയാം. ഇഫ് യു വർക്ക് ഹാർഡ്, ഈ കഠിനമായിട്ട് പഠിച്ചിരുന്നെങ്കിൽ യു വുഡ് പാസ്, ഈ പാസ് ആയത്. കാരണം ഇത് നമ്മൾ പറയുന്നത് റിസൾട്ട് വന്നതിന് ശേഷമാണ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ് എന്ന് നമ്മൾ പറയുന്നത് പരീക്ഷ എഴുതുന്നതിന് മുമ്പാണ്. ഇത് പരീക്ഷ എഴുതി തോറ്റതിന് ശേഷമാണ് നമ്മൾ ഇത് പറയുന്നത്. ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്. പിടികിട്ടിയില് നമ്മൾ ഇതൊക്കെ തെറ്റിച്ചിട്ട് ഒരുപാട് സ്ഥലത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വർക്ക് ഇതൊക്കെ ഇതിൽ അപ്പുറത്തും കൂടെ ലില്ലൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്, തെറ്റാണത്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് അറിവില്ലാതിരുന്നതുകൊണ്ട് പല സ്ഥലത്ത് നമുക്ക് പരീക്ഷകൾക്കൊക്കെ നമ്മളിപ്പോ പിന്നോട്ട് തള്ളപ്പെടുന്നത് സബ്ജക്ട് എഴുതുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന വിഷയം വരുമ്പോൾ അവിടെ ഗ്രാമറാണ്, ഗ്രാമറും കാര്യങ്ങളും തോന്നുന്നത്. യെസ്, അവിടെ തെറ്റ് വരാൻ പാടില്ല. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മതി ജസ്റ്റ്. അപ്പോ സൗമ്യ ഹലോ. ഓക്കെ, സൗമ്യക്ക് ഇപ്പോൾ ഇല്ലാത്തത് മുമ്പ് ഉണ്ടായിരുന്നതുമായ ഒന്നോ രണ്ടോ സ്വഭാവം രീതികൾ മുണ്ട് വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ ഇല്ല, മുമ്പ് അത് ചെയ്തിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം കിട്ടുക. മുട്ട് കഴിഞ്ഞ് പ്രസന്റേഷൻ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ പറയില്ല ഐ വുഡ് ഡ്രിങ്ക് മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ പാല് കുടിക്കാറില്ലെന്ന് മനസ്സിലാക്കണം. മുമ്പായിരുന്നു അത് ഉണ്ടായിരുന്നത്. യെസ്, ഇപ്പോഴും ഉണ്ടെങ്കിൽ ഐ ഡ്രിങ്ക് മിൽക്ക് എന്ന് പറഞ്ഞാൽ മതി. യെസ്. അപ്പൊ സൗമ്യയുടെ ജീവിതത്തിൽ മുൻപ് ചെയ്തിരുന്നതും എന്നാൽ ഇപ്പോൾ ചെയ്യാത്തതുമായ എന്തെങ്കിലും കാര്യം പുറത്ത് പറയാൻ പറ്റുന്ന ടൈപ്പുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഒരു വുഡ് വെച്ച് പറഞ്ഞു. I would dance. ഐ വുഡ് ഡാൻസ്. കറക്റ്റ്. ഐ വുഡ് ഡാൻസ് എന്ന് പറയുമ്പോൾ കേൾക്കുന്ന എന്താ മനസ്സിലാക്കേണ്ടത്? ഐ വുഡ് ഡാൻസ് നേരത്തെ കളിച്ചിരുന്നു, ഇപ്പൊ കളിക്കുന്നില്ലെന്നാണ്. ഇനി ഒരു സമയം 1 മിനിറ്റ്. ഐ വുഡ് എന്നുള്ളതിന് പകരം സൗമ്യയോട് ഐ വിൽ ഡാൻസ് എന്നാണ് പറയുന്നത്. അതിനകത്ത് ഞാൻ ഡാൻസ് കളിക്കും. അതാണ് എന്റെ. ഞാൻ വെച്ചാൽ വില്ല് പാടും വുഡ് വന്നു കഴിഞ്ഞപ്പോ നേരത്തെ ചെയ്തിരുന്നു, ഇപ്പൊ ചെയ്യാതിരുന്നതാണ്. നമ്മൾ ഇതിന്റെ ഉപയോഗം അറിയാണ്ട് വുഡൊക്കെ തോന്നിയ സ്ഥലത്തൊക്കെ നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിരിക്കട്ടെ പറയുമ്പോൾ ഒരു സുഖം പോകട്ടെ വെച്ചിട്ടുണ്ട്. യെസ്, അപ്പൊ വുഡ് പ്ലസ് പ്രസന്റൻസ് ദാറ്റ് ഈസ് പാസ്റ്റ് ക്യാപിറ്റൽ. ഓക്കെ, വേറെ ഒന്നും പറഞ്ഞു സൗമ്യ? ഐ വുഡ് ഡാൻസ് കറക്റ്റ് ആണ്. I would sleep early. I would sleep early. I would get up early. അല്ലേ? Get up. Okay. I would wake up or get up early. ഞാൻ മുൻപ് നേരത്തെ എഴുന്നേറ്റുമായിരുന്നു, ഇപ്പൊ വൈകിയായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. ഞാൻ തിരിച്ചാ ഉദ്ദേശിച്ചത്. ഇപ്പൊ നേരത്തെ ഉറങ്ങാറില്ല എന്നാ ഉദ്ദേശിച്ചത്. ഓക്കെ. യെസ്, ഓക്കെ. അപ്പൊ അതിനെ നോട്ട് ചെയ്ത് പറഞ്ഞാൽ മതി. ഐ വുഡ് നോട്ട്. I would not. Okay. ആര്യ വേണുഗോപാൽ. ആര്യ ആര്യ പറയുക. ആര്യക്ക് ഇപ്പോഴില്ലാത്തതും എന്നാൽ മുമ്പുണ്ടായിരുന്നതുമായ എന്തെങ്കിലും ഒരു ജീവിത രീതിയോ സ്വഭാവമോ ഉണ്ടെങ്കിൽ വുഡ് ചേർത്ത് പറയും. ഇല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കിക്കോ. ഓക്കെ. സഫിയ പറയുന്നു ഐ വുഡ് യൂസ് ഷുഗർ. ഞാൻ മുമ്പ്. അപ്പൊ ഇത് വുഡ് വരുന്നത് മനസ്സിലാക്കണം. വുഡ് പ്രസന്റേഷൻ മുമ്പ് ഉണ്ടായിരുന്നു. മുമ്പ് സഫിയ ഷുഗർ ഉപയോഗിക്കുമായിരുന്നു, ഇപ്പൊ ഉപയോഗിക്കും. ഇപ്പൊ ഏതെങ്കിലും വീട്ടിൽ ചെന്ന് കഴിയുമ്പോ ചായ കൊടുക്കുന്നതിന് മുമ്പ് ചോദിക്കുന്നത് ഷുഗർ ഐ വുഡ് യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കണം വേണ്ട, അതാണ് പറഞ്ഞത്.
ഇപ്പൊ എടുക്കുക. ഇപ്പൊ ഞാനത് ഉപയോഗിക്കാറില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കരുത് യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഉപയോഗിക്കുന്നല്ലേ. പക്ഷെ അതിന് തൊട്ടു മുന്നിൽ വില്ലാണെങ്കിലും ഓക്കെയാണ്. വില്ലിന് പകരം എന്താ പറഞ്ഞേക്കണം, വുഡാണ് പറഞ്ഞേക്കണത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, നേരത്തെ ഉണ്ട് ഇപ്പൊ ഇല്ല. ഓക്കെ, വെരി ഗുഡ് സഫീറ. ആര്യയുടെ ഒരു സ്വഭാവം പറഞ്ഞു. അപ്പൊ ആര്യ ആലോചിക്കണം, എനിക്കും എല്ലാം പഴയ സ്വഭാവങ്ങളെ അക്കി ഇപ്പോഴും ഉണ്ട്, ഒന്നും മാറിയിട്ടില്ല. ഞാൻ ഇത് പറയും എന്നാണ് ഇപ്പൊ ആര് ചിന്തിക്കുന്നത്. ഒരെണ്ണം ഉണ്ടാക്കി പറഞ്ഞു. യെസ്, നമുക്കൊരു സെന്റൻസ് വരട്ടെ വുഡ് വെച്ച്. സഫീർ പറയുന്നു, ഐ വുഡ് യൂസ് ടിക്ടോക്ക്. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ 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 യെസ്. ഐ വുഡ് പറഞ്ഞോളൂ അയ്യ. I would use Facebook. ഓക്കെ 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 ഐ വുഡ് യൂസ്. ഓക്കെ, സഫീറ കറക്റ്റ് ആണ്. അതിനകത്ത് കീർത്തന, അതിനകത്ത് ചെറിയ പ്രശ്നമുണ്ട്. ഐ വുഡ് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് വരും. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെരി ആംഗ്രി എന്നായിരുന്നു. വെരി വളരെ, അതൊരു നൗൺ അല്ല. വളരെ ആംഗ്രി, ദേഷ്യമുള്ള എന്നാണ്. അതും ഒരു അഡ്ജക്റ്റീവാണ്. അപ്പോ അവിടെ നമുക്കൊരു വേർഡ് ചേർക്കാം. മുൻപ് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു. അപ്പൊ ദേഷ്യം വരിക എന്നുള്ളത് നമുക്ക് ഒരു ഗെറ്റ് എന്നൊരു വാക്കായിരുന്നു പ്രസന്റേഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ഐ വുഡ് ഗെറ്റ് ആംഗ്രി, മുമ്പ് എനിക്ക് ദേഷ്യം വരുമായിരുന്നു. എങ്ങനെ വരുമായിരുന്നു, പെട്ടെന്ന്. ഐ വുഡ് ഗെറ്റ് ആംഗ്രി സൂൺ. ഇപ്പൊ എനിക്കത് വരുന്നില്ല. അല്ല, അപ്പൊ അവിടെ വുഡ് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് വരണം. ഓക്കെ, വെരി ഗുഡ്. യെസ്, പിടികിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഓക്കെ ഐ വുഡ് യൂസ് ഫേസ്ബുക്ക്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ പിടികിട്ടിയാലോ, എങ്ങനെയാണെന്നുള്ള സംഭവം മനസ്സിലായാലോ. യെസ്, അപ്പൊ അപ്പുറത്ത് പാസൻസ് വരുമ്പോൾ വുഡ്, വുഡ്, ഷുഡ്, വുഡ് വെച്ചത്. ഞാൻ ഇനി അടുത്തൊരു വാചകം പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പൂരിപ്പിക്കാം കേട്ടോ. If they ordered, O-R-D-E-R-E-D, ordered cake, C-A-K-E, cake. If they ordered cake, dash. ഇഷ്ടമുള്ള പോലെ പൂരിപ്പിച്ചു. നോക്കി, ഇഫ് ദേ, അവർ, ഓർഡേഡ് കേക്ക്, കേക്ക് ഓർഡർ ചെയ്തെങ്കിൽ, ചെയ്യുകയാണെങ്കിൽ അല്ല, ഈ അവർ കേക്ക് ഓർഡർ ചെയ്തെങ്കിൽ, ബാക്കി എനിക്ക് ഇഷ്ടമുള്ള പോലെ പൂരിപ്പിക്കും. ഓർഡേഡ്, ഓർഡർ എന്നുള്ളതിന്റെ പാസ്റ്റ് വന്നേക്കണം, ഓർഡേഡ്. അപ്പൊ ഇതിനകത്ത് ഇപ്പോ 9 പേരുണ്ട്. ആ 9 പേർക്ക് 9 രീതിയിൽ പൂരിപ്പിക്കും. ഐ വുഡ് സെലിബ്രേറ്റ് മൈ ബർത്ത്ഡേ. കറക്റ്റ് ആണ്. അവര് കേക്ക് ഓർഡർ, ഞാൻ എന്റെ ബർത്ത്ഡേ ആഘോഷിക്കും. വെരി ഗുഡ് കീർത്തന, വെരി ഗുഡ് വെരി ഗുഡ്. ഫസ്റ്റ് വന്നു കീർത്തന. ഓക്കെ, കീപ് ഇറ്റ്. യെസ്, ശ്രദ്ധിക്കേണ്ടത് മാത്രമേ ഉള്ളൂ. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്, ഈ പറഞ്ഞ വാക്കുകൾ വന്നിരിക്കണം. കാരണം അപ്പുറത്ത് ഓർഡേഡ് പാസ്റ്റ് ആണ്. അപ്പൊ ഇപ്പുറത്ത് ഈ പറഞ്ഞ വാക്കുകൾ വന്നിരിക്കണം എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അവർ കേക്ക് ഓർഡർ ചെയ്തെങ്കിൽ ഞാൻ പൈസ കൊടുക്കും. അവർ ഫുഡ് വരും. ഓക്കെ സഫീറ, വരും. ഗുഡ്, ഗുഡ് മതി. ഗുഡ്, ഫുഡ് ഉപയോഗിച്ച് പറയാം. സൗമ്യ വാശിക്കാണ്. ഐ വുഡ് മേക്ക് ഡെലീഷ്യസ് കേക്ക്. അവര് കേക്ക് ഓർഡർ ചെയ്തെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അതിനെ നല്ല ഡെലീഷ്യസ് ആയ കേക്ക് ഞാൻ ഉണ്ടാക്കും. വെരി ഗുഡ് വെരി ഗുഡ്. സെന്റൻസ് കറക്റ്റ് ആണ്. ഓക്കെ, സൗമ്യ സെന്റൻസ് കറക്റ്റ് ആണ്. നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് എഴുതും. തെറ്റിക്കോട്ടെ മക്കളെ, തെറ്റിക്കോട്ടെ. ഐ വിൽ കറക്റ്റ് ഇറ്റ്. നമുക്ക് അതിന്റെ എവിടെയാണ് അതിന്റെ പ്രോബ്ലം നമുക്ക് അത് മനസ്സിലാവും. ഞാൻ ഈ പറഞ്ഞത് ഇത് മനസ്സിലായിട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഇത് ഒരു കണ്ടീഷണൽ കോഴ്സ് നമ്മൾ വരുന്നതാണ്. നമ്മൾ ഒന്നിലധികം നീളമുള്ള സെന്റൻസുകൾ പറയുമ്പോഴും ആ ടെൻസുകൾ നമ്മൾ യോജിച്ചു പോകണം. പറയുമ്പോ നമുക്ക് എന്തുകൊണ്ടൊക്കെ പറയാം, കേൾക്കുന്നതൊക്കെ മനസ്സിലാവും. പക്ഷെ
Okay. If they ordered, I would like. Like ഇല്ലെങ്കിൽ അത് കളഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ലൈക്ക് എന്നുള്ളത് കളഞ്ഞു, ലൈക്ക് കളഞ്ഞു, ഐ വുഡ് ഈറ്റ്. അവർ ഓർഡർ ചെയ്തെങ്കിൽ ഞാൻ കഴിക്കും കേട്ടോ, ഐ വുഡ് ഈറ്റ്. അങ്ങനെയാക്കാം, അപ്പൊ കുറച്ചുകൂടി ഭംഗിയായി. ലൈക്ക് വേണ്ട. ഇനി ആ ലൈക്ക് എന്നുള്ളതിൽ നമുക്ക് ലൈക്ക് വെച്ച് വേറെ ഇത് പറയാം. ഇഫ് ദ ഓർഡേർഡ് കേക്ക് ഐ വുഡ് ലൈക്ക് ഇറ്റ്. ഞാൻ അവരെ ഇഷ്ടപ്പെടും. അവരാണ് ഓർഡർ ചെയ്തെങ്കിൽ ഞാൻ അവരെ ഇഷ്ടപ്പെടും. കാരണം അവരത് അറിഞ്ഞ് ചെയ്തു. അവർക്ക് ഓർഡർ ചെയ്യേണ്ട കാര്യമില്ല, എങ്കിലും അവർ ചെയ്തെങ്കിൽ ഐ വുഡ് ലൈക്ക്, ഞാൻ അവരെ ഇഷ്ടപ്പെടും. യെസ്. അല്ലെങ്കിൽ ഐ വുഡ് ഗീവ് ദം മണി, ഞാൻ അവർക്ക് പണം കൊടുക്കും. കണ്ട, ഇങ്ങനെ എടുക്കാൻ ഇഷ്ടം പോലെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉപയോഗിച്ചു. യെസ്. ഓക്കെ, അപ്പൊ അത് പിടി കാണുമല്ലോ. ഞാൻ ഇനി കോമൺ ആയിട്ട് പറയുന്നു. ഇഫ് ദ ഓർഡേർഡ് കേക്ക് ഐ വുഡ് പേ ദ ബിൽ, ഐ വുഡ് പേ ദ ബിൽ. കറക്റ്റ്. അടുത്തത് if she searched, SEARCHED, if she searched, past tense and searched it, yes, searched it dash പൂരിപ്പിച്ചോളൂ. if she searched it, അവൾ ഇത് അന്വേഷിച്ചെങ്കിൽ, ഇഷ്ടമുള്ള അവൾ ഇത് അന്വേഷിച്ചെങ്കിൽ. Yes, you would catch the train. Very good, very good. Okay, Satyada. She would buy new one. Very good, Soumya. She would buy new one. അവൾ ഇത് അന്വേഷിച്ചെങ്കിൽ പുതിയതൊരെണ്ണം വാങ്ങും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇങ്ങനെ പോരട്ടെ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. You would buy new one. Okay. രണ്ടുപേരല്ലേ വന്നോളൂ, ബാക്കിയുള്ളവര് തെറ്റിയാലും കുഴപ്പമില്ല, മക്കളെ എഴുതും. I would see. Okay, okay, okay. Very good. I could see. Very good, very good. Correct ആണ്. ഫുഡ് വരുമ്പോൾ ശരി, I could see. അവൾ അന്വേഷിച്ച് എനിക്കിത് കാണാൻ കഴിയും. ഫുഡ് വരാം, കുഴപ്പമില്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. ഓക്കെ, അത് നല്ല ലോജിക് ആയിട്ടുണ്ട്. ജസ്റ്റ് യു വുഡ് ഫൈൻഡ് ഇറ്റ്. അപ്പൊ അവ നമുക്ക് വേണമെങ്കിൽ ആ യു എന്നുള്ളത് വേണമെങ്കിൽ കുറച്ചുകൂടി ഭംഗി കിട്ടായി. തെറ്റല്ല, അവൾ അത് കണ്ടുപിടിക്കും നോക്കാം. അപ്പൊ ആ യു എന്നുള്ളത് മാറ്റിയിട്ട് ഷീ ആഗ്രഹിക്കും. അപ്പൊ കറക്റ്റ് ആയിരിക്കും. ഈ എന്തായിരുന്നു, ഈ ഷീ സെർച്ച് എടുക്കുന്നത് അവളത് അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങളത് കണ്ടെത്തുന്നതിന് പകരം അവളത് അന്വേഷിക്കുക, അവള് കണ്ടെത്തുന്നതാക്കാം. അപ്പൊ കുറച്ചുകൂടി ഭംഗിയായി. If she searched it, she would find it. Very good, very good. Okay, okay, okay. കുറച്ചുകൂടി ലോജിക്ക് കറക്റ്റ് ആയി. ലോജിക്കൽ പ്രോബ്ലംസ് കൂടെ അത്തരമാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്.
ഓക്കെ, യെസ്, പിടികിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ മൂന്ന് വാർത്തകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ അതിന്റെ അകത്ത് പറഞ്ഞത് മെയിൻ ക്ലോസ് ആണ് നിങ്ങൾ എഴുതിയത്. സപ്പോർട്ടിംഗ് ക്ലോസ് ഞാൻ തരികയും മെയിൻ ക്ലോസ് നിങ്ങൾ എഴുതുകയും ചെയ്തു. അടുത്തതില് മെയിൻ ക്ലോസ് ഞാൻ പറയുകയും സബോർഡിനേറ്റ് ക്ലോസ് നിങ്ങൾ എഴുതുകയും ചെയ്യും. അപ്പൊ അടുത്തത് ആദ്യം ഒരു ഡാഷ് 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 അത് കഴിഞ്ഞതിന് ശേഷം ഐ വുഡ് ഡബ്ല്യു എഴുതി. ഐ വുഡ് ടെൽ TELL tell you. I would tell you. യെസ്. അപ്പൊ എന്തോ ഒരു സംഗതി ആദ്യം ഉണ്ട്. അതിന്റെ ബാലൻസ് ആണ് പറയുന്നത് ഐ വുഡ് ടെൽ യു, ഞാൻ നിന്നോട് പറഞ്ഞേനെ. അപ്പൊ ഞാൻ നിന്നോട് പറഞ്ഞേനെ എന്നുള്ളത് കണക്ട് ചെയ്ത് വരാവുന്ന ഒരു സാധനം ഇപ്പുറത്ത് ചേർത്താൽ മതി. ഇപ്പുറത്ത് ചേർക്കുമ്പോൾ ഓർക്കുക പാസ്റ്റ് ടെൻസിലെ പറയാമോ, കാരണം കാര്യം ഇപ്പുറത്ത് വുഡ് എടുക്കുകയാണ്. മെയിൻ ക്ലോസ് വുഡ് വന്നപ്പോ അപ്പുറത്ത് തന്നെ പാസ്റ്റ് ടെൻസ് വരും. ഓക്കെ, ഐ വുഡ് ടെൽ യു, ഞാൻ നിന്നോട് പറഞ്ഞേനെ. നിങ്ങൾക്ക് നല്ല രസകരമായിട്ട് ചേർക്കാം. Yes, Soumya, very good, very good, very good. Yes, okay, okay. ആ ഇറ്റുന്നുള്ളതിന് പകരം മീന്നായിട്ട് നോക്കിയേ, കുറച്ചുകൂടി ഭംഗിയായില്ലേ? എന്നെ വിളിച്ചിരുന്നെങ്കിൽ. ഓക്കെ സഫീറ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് സഫീറ, വെരി ഗുഡ്. യെസ്, വേറെ ലെവലാണോ മക്കളെ നിങ്ങളൊക്കെ? കറക്റ്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ. യെസ്, ഇനി ആർക്കെങ്കിലും? യെസ്, ഓക്കെ. അത് അടുത്ത് പറയട്ടെ, ഏത് വേണം? ഇഫ് വെച്ചുള്ള എഴുതുന്നല്ലേ കുറച്ചുകൂടി ആലോചിക്കാൻ നിങ്ങൾക്ക് ഒരു തന്റെ ഇടം. നോക്കിയേ, ഇവിടെ നോക്കിയ ഐ വുഡ് ടെൽ യു, ഞാൻ നിങ്ങളോട് പറഞ്ഞേനെ എന്ന്. ഞാൻ എന്റേതായ എക്സാമ്പിൾ പറയണം. എനിക്ക് ഉത്തരം അറിയാമെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞേനെ. ഇഫ് ഐ ന്യൂ, KNEW, ന്യൂ, നോ എന്നുള്ള പ്രസന്റൻസ് ആണ്, അതിന്റെ പാസൻസ് ആണ് ന്യൂ. ഇഫ് ഐ ന്യൂ ദ ആൻസർ, എനിക്ക് ഉത്തരം അറിയാമെങ്കിൽ ഐ വുഡ് ടെൽ യു, ഞാൻ നിന്നോട് പറഞ്ഞേനെ. യെസ്, ഓക്കെ. അടുത്തത് ഇതുപോലെ തന്നെ ഒരാണ്. ആദ്യം ഡാഷ്, ആദ്യം ഡാഷ്, അത് കഴിഞ്ഞതിന് ശേഷം ഷീ വുഡ്, സോറി, ഷീ കുഡ് she could meet him. She could meet him. Yes, അവൾക്ക് അവനെ കാണാൻ കഴിഞ്ഞേനെ. യെസ്, അതിനോട് കണക്ട് ചെയ്ത് വരാവുന്ന സാധനം ഫ്രണ്ട് ചെയ്തു. വെരി ഗുഡ് സൗമ്യ. ഇഫ് ഷീ റീച്ച് വേർലി, അല്ല അവൾ നേരത്തെ അവിടെ എത്തിയിരുന്നെങ്കിൽ. ഐ അപ്രീഷിയേറ്റ് സൗമ്യ. ഇഫ് ഷീ റീച്ച് ഏർലി, നേരത്തെ എത്തിയിരുന്നെങ്കിൽ ഷീ കുഡ് മീറ്റ് ഹിം, അവൾക്ക് അവനെ കാണാൻ കഴിഞ്ഞത്. കറക്റ്റ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അതിനകത്ത് ഒരു ഹീന്നും കൂടി, ഒരു ഇഫിന്നും കൂടി ചേർത്തു കേട്ടോ. കീർത്തന ഒരു ഇഫ് കൂടി ചേർത്ത കറക്റ്റ്. ഓക്കെ സഫീറ, ഓക്കെ സഫീറ, ഓക്കെ കീർത്തന. ഇഫ് നല്ല രസകരമായിട്ടാണ് കീർത്തന പറഞ്ഞത്. ഇഫ് ഷീ പ്രൊപ്പോസ്, അവൾ പ്രൊപ്പോസ് ചെയ്തിരുന്നെങ്കിൽ ഷീ കുഡ് മീറ്റ് ഹിം, അവൾക്ക് അവനെ കാണാൻ കഴിഞ്ഞേനെ. അങ്ങനെയാണെങ്കിൽ അവരുടെ വെയിറ്റ് ചെയ്തതിന് അർത്ഥം. ഇപ്പൊ അതില്ലാത്തതുകൊണ്ട് അളവെന്ന് സ്ഥിരം കിട്ടും. അടുത്തത് സഫീറ പറഞ്ഞു ഇഫ് ഷീ കോൾഡ്, അവൾ വിളിച്ചിരുന്നെങ്കിൽ ഷീ കുഡ് മീറ്റ് ഹിം, അവരെ കാണാമായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, കറക്റ്റ് ആണ്.
യെസ്, എഴുതിയവർക്ക് തന്നെ രസകരമായിട്ട് വേറെ വല്ലതും എഴുതാൻ തോന്നുന്നെങ്കിൽ എഴുതിക്കോട്ടെ. യെസ്, ഓക്കെ. ഞാർക്കെങ്കിലും ആര്യടത്തിലൊന്നും വരുന്നില്ലല്ലോ. ആര്യ സാർ ഞാൻ കേട്ടില്ലായിരുന്നു, ഇപ്പോഴാ കട്ടായി പോയായിരുന്നു. ആര്യയുടെ ആൻസർ ഒന്നും ഇവിടെ കാണില്ല. ഒരു വെറൈറ്റി മോഡലൊന്നും വന്നില്ല. യെസ്, ഓക്കെ. അപ്പൊ ഇത് പിടി കാരണം നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾക്ക് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്, അത് രണ്ടും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്, ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്. ഇനി ഇതിനകത്തോളം നോട് ബാലൻസ് ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ. അപ്പൊ ഇത് നിങ്ങളുടെ മക്കളൊക്കെ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇത് സാധനം വന്നിട്ടുണ്ട്. എല്ലാ അവരുടെയൊക്കെ പരീക്ഷകൾക്ക് ഈ സാധനം കയറി വരും. വേറൊരു രീതിയിലാണ് പറഞ്ഞോളൂ, ഇങ്ങനെ ഒരു സാധനം പറയില്ല. അതില്ലാണ്ട് ഓക്കെ 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 സൗമ്യ, യു ആർ റൈറ്റ്. ഇത് അതിനകത്ത് കയറി വരുന്നത്. അപ്പൊ ഇത് നിങ്ങളത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് അവർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്. യെസ്, അതോടുകൂടി അവരുടെ മുന്നിൽ നിങ്ങളുടെ വാല്യൂ എന്താണ്? എന്റെ അമ്മ അടിപൊളിയാണ്. യെസ്, അവരിത് അവരുടെ കൂട്ടുകാരോട് പറയും. നിനക്ക് അറിയാൻ പാടില്ലെങ്കിൽ വീട്ടിലോട്ട് വാ, അമ്മ പറഞ്ഞിട്ടോട് പറയും. യെസ്, ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അപ്പൊ ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇത് എപ്പോഴും റിസ്ക് പിടിക്കണം സൗമ്യ. റിസ്ക് ഞാൻ എക്സാമ്പിൾ പറയാം. അതായത് ഒരു 3 ചോദ്യങ്ങൾ തന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഉത്തരം എഴുതാമെന്നും പറഞ്ഞു തരും. നമ്മൾ അപ്പൊ സൗമ്യ ടീച്ചറിന് വിചാരിക്കും. അപ്പൊ അതിനകത്തൊരു എളുപ്പമുള്ള ചോദ്യമുണ്ട്. ഇപ്പൊ കുട്ടികൾ മുഴുവനും ആ എളുപ്പമുള്ള ചോദ്യം വെച്ച് അങ്ങോട്ട് തരണം. അപ്പൊ ഈ പരീക്ഷാ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുന്ന സൗമ്യ 10-100 പേപ്പർ അതിനെ നോക്കണം. അപ്പൊ നോക്കിയപ്പോഴാണ് വെറൈറ്റി ആ ബുദ്ധിമുട്ടുള്ള സാധനത്തെ കുറിച്ച് ഒരു പയ്യനെ എഴുതിയേക്കും. കാര്യം ശരി, അതിനകത്ത് കുറച്ച് തെറ്റൊക്കെ ഉണ്ട്, എന്നാലും അവന്റെ അറ്റംപ്റ്റിന് ആ പയ്യന് സൗമ്യം കണ്ടിട്ടില്ല, അതൊക്കെ ശരിയാണ്. എങ്കിലും മനസ്സുകൊണ്ട് എന്ത് ചെയ്യും, ആ എഴുതിയ പയ്യനോട് ഒരു ഇഷ്ടം തോന്നും. കൊള്ളാം, അവന്റെ അറ്റംപ്റ്റ് കൊള്ളാം. അതിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ പോലെ ഡിഫിക്കൽട്ടാണ്, നമ്മളത് നോക്കണം. നമുക്ക് പറ്റാത്തതായിട്ടില്ല എന്നുള്ള ചിന്തകളുമല്ല. ഇതല്ല, ഇതിന്റെ അപ്പുറം ചാടിക്കിടന്നവരാണ് എന്നൊരു ചിന്ത വേണം. ഓക്കെ, വെരി ഗുഡ് സംഗീത. കെ ജോസഫ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. വിയറ്റ്നാം കോളനി അല്ലേ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇനി ഞാൻ പറയുന്നത്, ഞാൻ കുറച്ച് ഐറ്റംസ് അങ്ങനെ പറയും. നിങ്ങളത് ഏത് ഗ്രൂപ്പിലാണ് വേണ്ടതെന്ന് പറയും. ഇനി മാർക്കില്ല കേട്ടോ, ഞാൻ വെറുതെ ജസ്റ്റ് ഫോർ ഫണ്ട് എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. ഒരു എക്സാമ്പിൾ പറയാം. ടേബിൾ, ചെയർ, ടീപോയ്. ഓക്കെ, 3 പറഞ്ഞിട്ടുണ്ട്. ഫർണിച്ചർ. ഓക്കെ ഓക്കെ, പിടികിട്ടിയ ഞാൻ എന്തെങ്കിലും കൊണ്ടുകൊടുത്തിട്ടാണ്. ഓക്കെ സൗമ്യ, ഓക്കെ കീർത്തന, സഫീറ. ഓക്കെ ഓക്കെ ഓക്കെ, ഇതാണ് നമ്മുടെ മോഡൽ. ഗസ് ദ കാറ്റഗറി ഫ്രം ദ ക്ലൂസ്. തന്നിരിക്കുന്ന ക്ലൂവിൽ നിന്ന് ഗെറ്റ് ദ കാറ്റഗറി. ഏത് കാറ്റഗറിയിലാണ് അത് പെടുന്നത് എന്നുള്ള കാര്യം എന്ന് പറയാം. ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് എന്താ പറയാ, ഒരു എളുപ്പമുള്ളവർ പറഞ്ഞത് എങ്ങനെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതാണ്. എല്ലാം എളുപ്പം തന്നെയാണ്. വെരി ഗുഡ്. നെക്സ്റ്റ്, ഷാർക്ക്, ഡോൾഫിൻ, വെയിൽ. WHAL, വെയിൽ. കീർത്തന, സൗമ്യ. ഓക്കെ ഓക്കെ കീർത്തന. ഓക്കെ,
സംഗതി കറക്റ്റ് ആണ്. ഇതെല്ലാം പൊതുവെ കടലിലാണ് നമുക്ക് കാണുന്നത്. അപ്പൊ നമുക്ക് സീ ഫിഷ് എന്ന് പറയാം, അല്ലെങ്കിൽ സീ അനിമൽ എന്ന് പറയാം. ആ കാറ്റഗറിയാണ് സീ ഫിഷ്. SEAC കടൽ. ഓക്കെ ഓക്കെ. സീ ഫിഷ്, ഫിഷ് എന്നുള്ളത് സീ ഫിഷ് എന്നാക്കുക. സീ ഫിഷ് ഓർ സീ അനിമൽസ്. ഓക്കെ. അടുത്തത് ബൈസിക്കിൾ, സ്കേറ്റ് ബോർഡ്, റോളേഴ്സ്. ഒന്നുകൂടി ജസ്റ്റ്, ഇതൊക്കെ ശരിയാണ്. ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചിട്ട് അവിടെ നമുക്ക് സാധനം പിടിക്കാം. ആ ഓക്കെ 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 സൗമ്യ. യെസ്, സൗമ്യയുടെ ആൻസർ കുഴപ്പമില്ല, കറക്റ്റ് ആണ്. ഗെയിംസ്. ആ ഗെയിംസ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഭംഗിയായി കഴിഞ്ഞാൽ അവിടെ നമുക്ക് സ്പോർട്സ് ഐറ്റംസ് അല്ലെ. അപ്പൊ അതിനകത്ത് വരുമല്ലോ. ഓക്കെ ഓക്കെ. കീർത്തിന് അതിനും പിടിക്കുകയാണ്. കണ്ടുപിടിച്ച ഫ്യൂവൽ ഫ്രീ ആണ്. ഇതൊന്നിനും ഫ്യൂവൽ ആണ്. സ്പോർട്സ് ഐറ്റംസ്. ഓക്കെ ഓക്കെ ഓക്കെ. സ്പോർട്സിൽ ഉൾപ്പെടുത്താം. സ്പോർട്സ് കേട്ടോ. ബൈസിക്കിൾ, skateboard, roller, blades. Okay, 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 okay. Sports. Okay, very good, very good. Next, laptop, smartphone, camera. Yes. Okay, Safira. ഇനി വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും സഫീറിന്റെ ഉത്തരം കണ്ടു? ഓക്കെ, അത് നമുക്ക് വേണമെന്ന് അതിന്റെ കൂടുതൽ വാക്ക് കൂടി ചേർക്കാം. നമുക്ക് ഇലക്ട്രോണിക് ഡിവൈസസ് കേട്ടോ. ഇതെല്ലാം വേണം ഇലക്ട്രോണിക് ഡിവൈസസ്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ്, കിങ്, KING, കിങ്, ക്വീൻ, പ്രിൻസ്, പ്രിൻസസ്. King, Queen, Prince, Princess. ഓ, അതല്ല സഫീറ. ഓക്കെ സൗമ്യ, അതൊന്നും കൂടി ഒന്ന് എഡിറ്റ് ചെയ്യും. സംഗതി നടത്തിയ ഒരു പാട്ടുണ്ട്. യെസ്, അവിടെ ചെസ് അല്ല, കിങ്ഡം, സാമ്രാജ്യം. ഓക്കെ, ഇപ്പൊ അതൊന്നും പറയണ്ട. നേരത്തെ കുറച്ചുകൂടി അടുത്തായിരുന്നു. യെസ്, അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് പറയും എങ്ങനെയുള്ള കുടുംബങ്ങളിലാണ് അത് വരുന്നത്, കിഴക്ക് വരുന്നത്. അത് ചിന്തിച്ചാൽ മതി. വിച്ച് ടൈപ്പ് ഓഫ് ഫാമിലി? ഓക്കെ സഫീറ, വെരി ഗുഡ് വെരി ഗുഡ്. റോയൽ, റോയൽ ഫാമിലി. ഇതൊക്കെ വരുന്നവരുടെയാണ് റോയൽ ഫാമിലി. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. അതാണ് ഞാൻ നേരത്തെ പാലസ് എന്ന് പറഞ്ഞപ്പോൾ ഒന്നുകൂടി ഒന്ന് എഡിറ്റ് ചെയ്യാൻ പറയുന്നതാണ്. അപ്പൊ കറക്റ്റ് കയറി വരാൻ വേണ്ടിയിട്ടാണ്. റോയൽ ഫാമിലി. ഇറ്റ്സ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, അടുത്തത് നിങ്ങൾക്കറിയാവുന്ന കേസാണ്. സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന നല്ല വിശ്വാസം. വോൾക്കനോ, earthquake, tornado. Volcano, earthquake, tornado. Yes. Okay, Soumya, you are right. Yes. ഇതെല്ലാം നേരിട്ട് വരുന്നതാണ്. വോൾക്കനോയുടെ മലയാളം എന്താണ്? ലാവ, ഫ്ലഡ്, ഡ്രോട്ട്, ലാവ. ഓക്കെ 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 ഓക്കെ. ഭൂകമ്പം, ഇതെല്ലാം നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതി ദുരന്തങ്ങൾ, നാച്ചുറൽ കലാമിറ്റീസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. സുനാമി. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. അടുത്തത് ലയൺ, ടൈഗർ, elephant. Lion, tiger, elephant.
Okay, Soumya, wild animals. Okay, yes, na correct ആണ്. Wild animals. Safira is a correct answer. Wild animals. ഞാൻ ഇതിനകത്ത് ചോദ്യം ചോദിക്കട്ടെ. നമ്മള് കാട്ടിലെ രാജാവ് എന്ന് പറയുന്ന ആരെയാണ്? ലയണിനെയാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോഴേ അവിടെ ടൈഗർ ഉണ്ട്. ടൈഗർ ഇസ് എ വെരി നല്ല പവർഫുൾ ആയ ഒരു വൈൽഡ് അനിമലാണ് ടൈഗർ. ഞാനും ടൈഗറും തമ്മില് ഞാനും, അതായത് കൂട്ടിലല്ല, ഞാനും ടൈഗറും തമ്മില് ഒരു 10 മീറ്റർ ഡിസ്റ്റൻസിൽ അരികത്ത് കണ്ടിട്ടുണ്ട്. യാദൃശ്യമായിട്ടാണ്. അത് കൂട്ടിലില്ലാത്ത കാര്യം ഓർക്കാം. അപ്പോഴാണ് നമുക്ക് തോന്നിയത് അതിന്റെ ആ രാജകീയ പ്രൗഢി അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എന്തുകൊണ്ട് ഈ ലയനെ നമ്മൾ ദ കിങ് ഓഫ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്? കിങ് ഓഫ് ഫോറസ്റ്റ്. നിങ്ങൾക്കൊരു എന്ത് തോന്നുന്നു? റോഡ് സൗണ്ട് അല്ലെ? അത് അതിനുണ്ട് സംഭവിച്ചു. അത് 8 കിലോമീറ്ററിന്റെ ഒക്കെ അടുത്ത് അതിന്റെ ആ ശബ്ദം കേൾക്കുമ്പോൾ സിംഹം കത്തിച്ചു കഴിഞ്ഞാൽ അത്രയും വരെ കേൾക്കാന്നാ പറഞ്ഞത്. എന്റെ ഓർമ്മയിലെടുത്ത് പറഞ്ഞാണ് 8 കിലോമീറ്റർ വരെ ഈ ശബ്ദം കേൾക്കാം. യെസ്, ഷാർപ്പ്നെസ്. അപ്പൊ ഈ ടൈഗറിനും പുലിക്കൊന്നും ഇല്ല. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സിംഹം അതിന്റെ ഈ സാമ്രാജ്യമില്ലേ അതെപ്പോഴും വികസിപ്പിച്ചുകൊണ്ടിരിക്കും. പവർഫുൾ സ്ട്രെങ്ത് ആണ്. ഓക്കെ. അതിന്റെ ടെറിട്ടറിയില്, അതായത് അതിന്റെ ഒരു വിഹാര കേന്ദ്രമില്ലേ അത് വികസിപ്പിക്കും. അത് അങ്ങനെയാണ് രാജാക്കന്മാര് ചെയ്യുന്നത്. രാജാവ് എന്ത് ചെയ്യുന്നു? തന്റെ പടയാളികളുമായിട്ട് പോയിട്ട് അപ്പുറത്ത് പോയി യുദ്ധം ചെയ്ത് ആ രാജ്യം കൂടി തന്നിലേക്ക് ഘടിപ്പിക്കും. വീണ്ടും അപ്പുറത്തേക്ക് പോയിട്ട് അതിനെ ആക്രമിച്ച് കീഴടക്കുക. ഇങ്ങനെ ടെറിട്ടറി വികസിപ്പിക്കുന്ന, തന്റെ അധികാര പരിധി വികസിപ്പിക്കുന്ന ഒരു ജീവിയാണ് ഈ ലയൺ. അതുകൊണ്ടാണ് നമ്മൾ ലയണിന് എന്ത് പറയുന്നത്? ഈസ് എ കിങ്. അതിന് ഒരു ലയണും നമ്മളോട് പറഞ്ഞിട്ടില്ല ഐ ആം ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത കണ്ടിട്ടാണ് നമ്മളതിൽ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് അതിന്റെ ടെറിട്ടറി അത് എപ്പോഴും ടെറിട്ടറിയിൽ വികസിപ്പിക്കും. നമ്മൾ പറയാറില്ലേ കേരളത്തിന്റെ പക്ഷിനെ കുറിച്ച് നമ്മൾ പറയുമ്പോ നമ്മള് മലമുഴക്കി വേഴാമ്പലിനെ കുറിച്ച് പറയില്ലേ? ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ വേഴാമ്പലിന്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അത് ഒരു എണ്ണ അതിനുണ്ടാവും. അതാണ് ഏറ്റവും ഒരു ഹസ്ബൻഡ് ഒരു വൈഫ് ഇതുണ്ടാകുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത ഒരു വളരെ ദുഃഖകരമായ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺ വേഴാമ്പല് ഓക്കെ ഇതിന്റെ വേറെ പ്രത്യേകത കേൾക്കുന്നത് അതുകൊണ്ടാണ് ഒരു പ്രത്യേകത. ഈ പെൺ വേഴാമ്പല് ഇതിന്റെ കൂടുണ്ടാകും. അത് വളരെ ഉയർന്ന മരത്തിൽ കൂടുണ്ടാക്കി ആ കൂടിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അത് മുട്ടയിടുന്നതിന് മുമ്പ് അതിന്റെ തൂവലുകൾ കുഴിയും. പിന്നെ അതിന്റെ ശരീരത്തിൽ തൂവലുണ്ടാകും. പിന്നെ അതിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അത് അതിന്റെ അകത്തിരിക്കും, മുട്ടയിടുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ചെറിയൊരു ദ്വാരം മാത്രം പുറത്തേക്ക് ഇടുള്ളൂ. അപ്പൊ ആ വേഴാമ്പല് എവിടത്തെങ്കിലും പോയി ഭക്ഷണം തേടി കൊണ്ടുവന്നിട്ട് ഇതിന് കൊടുക്കും. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഏതെങ്കിലും കാരണവശാൽ ഈ ആൺ വേഴാമ്പലിനെ ആരെങ്കിലും വെടിവെക്കുകയോ കിണിവെക്കുകയോ പിടിച്ചാൽ ഈ ആൺ വേഴാമ്പല് മാത്രമല്ല ചാവുന്നത്. ആരും കൂടി ചാവും? ഇതിനെ കാത്തിരിക്കുന്നത് പ്രിയതമാണില്ലേ, അതും മരിച്ചു. കാരണം അതിന് ഭക്ഷണം കിട്ടില്ല, അതിന്റെ കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം കിട്ടില്ല. കാരണം ഇവര് ഒരു ഭാര്യയും ഒരു ഭർത്താവും ഉള്ളതാണ്. അപ്പോ ഇത് എവിടെയുണ്ട് എന്നുള്ള കാര്യം ആൺ വേഴാമ്പലിന് അറിയാൻ പറ്റുള്ളൂ. യെസ്, അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരു പക്ഷിയാണ് ഈ വേഴാമ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് ഒരുപാട് പ്രത്യേകതകൾ ഒരുപാട് ജീവികൾക്കുണ്ട്. യെസ്, അപ്പൊ അവിടെ നോക്കിട്ടെ, നമ്മുടെ ഈ ലയൺ വന്നതാണ് ഈ പ്രശ്നം ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ക്യാരറ്റ്, പൊട്ടറ്റോ, ഒനിയൻ. ഓക്കെ സഫീറ
is a correct answer. All these are vegetables. Very good, very good, very good. Okay. Next, parrot, canary, crow. Okay, all belongs to, okay, Jessica, Safira, Kirtana, Soumya, all belongs to birds. Okay. അടുത്തത് hammer, screwdriver, range. Okay, Safira, Soumya, all these are just correct tools. എല്ലാം പണിയായുധങ്ങളാണ്. Okay, very good. Next, rose, tulip, daisy. Okay, Safira, correct answer ആണ്. All these belongs to flowers. Okay, just correct. ഇനി അവസാനമായി ഒരു ചോദ്യം കൂടി. Mars, Jupiter, Saturn. Mars, 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 Jupiter, JUPITR. Saturn വന്നിട്ട് SATUR. Okay. അതിനകത്ത് എന്താണെന്ന് പറയാൻ പറ്റുമോ? സോളാർ സിസ്റ്റത്തിലെ പി വെച്ചിട്ടൊരു വാക്കില്ലേ? പിയിൽ തുടങ്ങുന്ന ഒരു വാക്കുണ്ട്. പിയിൽ തുടങ്ങുന്ന വാക്ക് ഇതിനെല്ലാവരും ഒരുമിച്ച് പറയുന്നത്. യെസ്, ഇനി ആർക്കെങ്കിലും ഇല്ല? ഓക്കെ, ഓക്കെ സഫീറ, കറക്റ്റ് ആൻസർ. ഇറ്റ് ഈസ് പ്ലാനറ്റ്. എന്താണത്? പ്ലാനറ്റ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോ നമ്മളിന്ന് വുഡ് എന്ന് പറയുന്നതിന് ഉപയോഗത്തെ കുറിച്ചാണ് പഠിച്ചത്. പാസ്റ്റ് ടെൻസിൽ വരുമ്പോഴുള്ള കാര്യത്തെ കുറിച്ചാണ് പഠിച്ചത്. അപ്പൊ നമ്മള് പരീക്ഷ 10ാം ക്ലാസ്സിലേക്ക് ആകുമ്പോൾ അത് നമ്മൾ നോക്കി. 10ാം ക്ലാസ്സിലേക്ക് പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം പറയുന്നത് നോക്കി. ഇനി റിസൾട്ട് വന്നതിന് ശേഷം പരാജയപ്പെട്ട് കഴിഞ്ഞ് മകനെ കുറിച്ച് വേറൊരു അയൽക്കാരിയോടോ പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. We will meet in the next class. Okay, very good. Okay, Safira, Kirtana.